നമ്മളെല്ലാവരും സ്ഥിരം കേൾക്കാറുള്ള ഒരു വാക്കാണ് ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ പലരും ഒരു അത്ഭുതമായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഉത്തരമില്ലാതിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിച്ച ഒരു അത്ഭുതം. ഇൻ്റർനെറ്റിലൂടെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒക്കെ കൂടി വന്നപ്പോൾ ഒരു ബാങ്കിൻ്റെ ഒരു സെൻട്രൽ അതോറിറ്റിയുടെ ആവശ്യമില്ലാത്തൊരു സിസ്റ്റത്തെക്കുറിച്ച് ഒരുപാട് പേര് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ ഇതത്ര എളുപ്പമല്ലായിരുന്നു. ഇങ്ങനൊരു സിസ്റ്റം പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2008 ബിറ്റ് കോയിൻ എന്നൊരു കോൺസെപ്റ്റുമായിട്ട് ഒരു അജ്ഞാതൻ വന്നു. ഇത് ഒരാളാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആവാം. സതോഷി നാക്കമോട്ടോ എന്ന പേരിലാണ് ഇയാൾ വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിക്കുന്നത്. മൂന്നാമതൊരു എൻറ്റിറ്റിയുടെ ആവശ്യമില്ലാതെ നേരിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. ഇങ്ങനൊരു ക്രിപ്റ്റോ കറൻസി തുടങ്ങാനായിട്ട് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസാണ് അതിലുണ്ടായിരുന്നത്. ഈ വൈറ്റ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാക്കാണ് ഡബിൾ സ്പെൻഡിങ് പ്രോബ്ലം. എന്താണ് ഡബിൾ സ്പെൻഡിങ് പ്രോബ്ലം? ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ ഗൂഗിൾ പേയിലുള്ള ഒരു ട്രാൻസാക്ഷൻ സങ്കല്പിക്കാം. ഒരാൾ മറ്റൊരാൾക്ക് ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അയക്കുന്ന ആളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് കുറയ്ക്കുന്നത് ബാങ്കാണ്. ബാങ്കിൻ്റെ ഡേറ്റാബേസിലാണ് ആ എമൗണ്ട് കുറയ്ക്കുന്നത്. ആ എമൗണ്ട് ബാങ്ക് കുറച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തിന് അത് വീണ്ടും സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ബാങ്ക് പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എൻറ്റിറ്റി ഇല്ലാതെ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ ഇതെങ്ങനെ സാധിക്കും? ഡിജിറ്റലായിട്ടുള്ള എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് കോപ്പികളാണ്. ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റാത്ത ഒരു ഡിജിറ്റൽ അസറ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? ഇത് പരിഹരിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ട്രാൻസാക്ഷൻസൊക്കെ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. തൽക്കാലത്തേക്ക് നമുക്കിതിനെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഗൂഗിൾ ഷീറ്റായിട്ട് സങ്കല്പിക്കാം. ഈ റെക്കോർഡ് എല്ലാവരുടെ കയ്യിലും കാണും. അതുകൊണ്ട് എല്ലാവർക്കും ഇത് കാണാൻ പറ്റും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ ശരിക്കും യാതൊന്നും കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് സാങ്കല്പികമാണ്. ബിറ്റ് കോയിൻ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ള എഴുത്ത് മാത്രമാണുള്ളത്. അതായത് ബിറ്റ് കോയിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത് ഈ റെക്കോർഡാണ്. ഇവിടെ ആദ്യത്തെ പ്രശ്നം വരുന്നത് ഇതാണ്. സെൻഡർ തന്നെയാണ് ട്രാൻസാക്ഷൻ എഴുതി ചേർക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും? ഈ റെക്കോർഡ് പബ്ലിക് ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇതിൽ എഴുതി ചേർക്കാൻ പറ്റേണ്ടതല്ലേ? സാധാരണ രീതിയിൽ നമ്മളൊരു ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ നമ്മുടെ സിഗ്നേച്ചർ ഇടാറുണ്ട്. പക്ഷേ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ സിഗ്നേച്ചർ ഈസി ആയിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്കൊരു ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം. ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓരോ ട്രാൻസാക്ഷനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇത് നമ്മുടെ സിഗ്നേച്ചർ തന്നെയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം വേണം. ഇതിനുള്ള സൊല്യൂഷൻ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ തന്നെയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കോഡ് ഭാഷ എന്ന് പറയും. ഏത് മെസ്സേജ് ആണെങ്കിലും നമുക്കതൊരു കോഡ് ഭാഷയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ ഹാഷ് ചെയ്യുക എന്ന് പറയും. ഇതിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ 2 കാര്യങ്ങൾ കാണും. ഒരു പ്രൈവറ്റ് കീയും ഒരു പബ്ലിക് കീയും. പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് പോലെയാണ്, നമ്മുടെ കയ്യിൽ മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ പബ്ലിക് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ പോലെയാണ്, എല്ലാവരുടെ കയ്യിലും കാണും. ഡിജിറ്റൽ സിഗ്നേച്ചർ തയ്യാറാക്കുന്നത് പ്രൈവറ്റ് കീ വെച്ചിട്ടാണ്. പക്ഷേ നമ്മുടെ ട്രാൻസാക്ഷനിലുള്ള എഴുത്ത് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഹാഷ് മാറും. അതിനനുസരിച്ച് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ മാറും. അപ്പോൾ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ തന്നെ വേറൊരു ട്രാൻസാക്ഷന് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ പബ്ലിക് കീയും പ്രൈവറ്റ് കീയും മാത്തമാറ്റിക്കലായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ സിഗ്നേച്ചർ നമ്മുടെ തന്നെയാണോ എന്ന് നമ്മുടെ പബ്ലിക് കീ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും വെരിഫൈ ചെയ്യാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ കറക്റ്റ് ഓർഡറിലാക്കി വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കടന്നു വരുന്നത്. പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുന്ന ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അതൊരു ബ്ലോക്കാക്കി മാറ്റി വാലിഡേറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് കുറച്ച് ബിറ്റ് കോയിൻസ് റിവാർഡായിട്ട് കിട്ടും. അതുകൊണ്ട് ഇവരെ നമ്മൾ ബിറ്റ് കോയിൻ മൈനേഴ്സ് എന്ന് വിളിക്കും. ഇങ്ങനെ മൈൻ ചെയ്ത് മാത്രമാണ് പുതിയ ബിറ്റ് കോയിനുകൾ എക്കണോമിയിലേക്ക് വരുന്നത്. ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ബിറ്റ് കോയിൻ മൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് കുറച്ച് പ്രോസസ്സിംഗ് പവർ വേണ്ടി വരും. ബിറ്റ് കോയിൻ മൈൻ ചെയ്യാനായിട്ട് ഒരു ക്രിപ്റ്റോഗ്രാഫിക് പസിൽ സോൾവ് ചെയ്യണം. ഈ പസിൽ എന്ന് പറയുന്നത് SHA-256 എന്ന പേരുള്ള ഒരു ഫംഗ്ഷനാണ്. എന്തെങ്കിലും ഒരു മെസ്സേജ് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 256 ഡിജിറ്റുള്ള ഒരു കോഡ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ട്രാൻസാക്ഷൻസിൻ്റെ കൂടെ സമയം സൂചിപ്പിക്കാനായിട്ട് ഒരു ടൈം സ്റ്റാമ്പും നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു മൈനർ ചെയ്യേണ്ടത് നോൺസ് എന്ന് വിളിക്കുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ ബ്ലോക്കിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ തുടക്കത്തിൽ ഒരു 19 ഡിജിറ്റ് 0 ആവുന്നത് നോക്കണം. ഇത് കണ്ടുപിടിക്കാൻ നല്ല പാടാണ്.
ഒരുപാട് കമ്പ്യൂട്ടിംഗ് വർക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഇതിന് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയും. ഈ ബ്ലോക്കിൽ നിന്ന് 19 ഡിജിറ്റ് 0 ആയിട്ടുള്ള ഒരു ഹാഷ് നമുക്ക് കിട്ടി. ഇത് നമ്മൾ തൊട്ടടുത്ത ബ്ലോക്കിൻ്റെ ഇൻപുട്ടിൻ്റെ കൂടെ ചേർക്കും. പക്ഷേ ആ ബ്ലോക്ക് മൈൻ ചെയ്യുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് തുടർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ബ്ലോക്കുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ബ്ലോക്കുകളുടെ ഒരു ചെയിൻ ഉണ്ടായി വരും. ഇതിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിറ്റ് കോയിൻ വാളറ്റിൽ ഒരു ബിറ്റ് കോയിൻ ഉണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഒരു ബിറ്റ് കോയിൻ നമുക്ക് കിട്ടിയതായിട്ട് ബ്ലോക്ക് ചെയിനിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ബിറ്റ് കോയിൻ ആർക്കും സെൻഡ് ചെയ്തതായിട്ട് ബ്ലോക്ക് ചെയിനിൽ പറയുന്നില്ല. എല്ലാ ബ്ലോക്കുകളും തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ട് ഈ രേഖകളിലൊന്നും പിന്നീട് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് കള്ളത്തരത്തിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ബ്ലോക്ക് ഉണ്ടാക്കണമെന്ന് മാത്രമല്ല, ബാക്കിയുള്ളവരെക്കാൾ വേഗത്തിൽ അടുത്ത ബ്ലോക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇത് ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ മൈനേഴ്സിൻ്റെയും മൊത്തത്തിലുള്ള പ്രോസസ്സിംഗ് പവറിലും കൂടുതൽ പ്രോസസ്സിംഗ് പവർ വേണ്ടി വരും. ഇതൊട്ടും പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ബ്ലോക്ക് ചെയിൻ്റെ സെക്യൂരിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇവിടെ ഒരു പ്രശ്നം കൂടെ ബാക്കി വരുന്നുണ്ട്. തുടർച്ചയായിട്ട് ഇങ്ങനെ മൈനേഴ്സിന് റിവാർഡ് കിട്ടിക്കൊണ്ടിരുന്നാൽ ബിറ്റ് കോയിൻ്റെ സപ്ലൈ കൂടുന്നതിനനുസരിച്ച് ബിറ്റ് കോയിൻ്റെ മൂല്യം കുറയും. ഇത് പരിഹരിക്കാനായിട്ട് മൈനേഴ്സിന് കിട്ടുന്ന റിവാർഡ് ഓരോ 4 വർഷം കൂടുമ്പോൾ പകുതിയായിട്ട് കുറയ്ക്കും. ഇങ്ങനെ കുറഞ്ഞ് പുതിയ ബിറ്റ് കോയിനുകൾ ജനറേറ്റ് ആവാതെ വരുമ്പോൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ട്രാൻസാക്ഷൻ ഫീസ് മാത്രമായിരിക്കും മൈനേഴ്സിന് റിവാർഡായിട്ട് കിട്ടുന്നത്. ഇവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. സാധാരണ രീതിയിലുള്ള ഒരു കറൻസി എടുത്തു നോക്കുകയാണെങ്കിൽ ആ കറൻസി നിയന്ത്രിക്കുന്നത് ഒരു സെൻട്രൽ അതോറിറ്റിയാണ്. ആ അതോറിറ്റിയിലുള്ള നമ്മുടെ ട്രസ്റ്റിൻ്റെ പുറത്താണ് ഈ ഒരു സിസ്റ്റം നിലനിന്നു പോകുന്നത്. പിന്നെ നമ്മൾ ആ കറൻസി ഏൽപ്പിക്കുന്നത് ബാങ്കിനെയാണ്. ഇവിടെയും ട്രസ്റ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഈ ട്രസ്റ്റ് എന്നുള്ള ഘടകം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വരുന്നില്ല. ഇവിടെ നമുക്ക് മൂന്നാമതൊരു എൻറ്റിറ്റിയെ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ബ്ലോക്ക് ചെയിൻ പ്രവർത്തിപ്പിക്കുന്നത് ഒരു കമ്പനിയോ ഒരു ബാങ്കോ അല്ല, ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്ന കമ്മ്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ ആകെ ട്രസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് ഇതിന് പുറകിലുള്ള ആൽഗോരിതത്തിനെയാണ്. അതുപോലെ തന്നെ സാധാരണ ഒരു കമ്മോഡിറ്റി പോലെ ബിറ്റ് കോയിൻ്റെ വില നിർണ്ണയിക്കുന്നതും അതിൻ്റെ സപ്ലൈയും ഡിമാൻഡുമാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടായോന്ന് നോക്കാം. 2009 ജാനുവരി 3 സതോഷി നകമോട്ടോ എന്നറിയപ്പെടുന്ന ആ ഒരു അജ്ഞാതൻ ബിറ്റ് കോയിൻ്റെ ആദ്യത്തെ ബ്ലോക്ക് മൈൻ ചെയ്യുന്നത്. ടൈം സ്റ്റാമ്പ് ആയിട്ട് കൊടുത്തിരുന്നത് അന്നത്തെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ്ലൈൻ ആയിരുന്നു, ചാൻസലർ ഓൺ ബ്രിങ്ക് ഓഫ് സെക്കൻഡ് ബെയിലൗട്ട് ഫോർ ബാങ്ക്സ്. അയാൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് നിലവിലുള്ള ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റെബിലിറ്റിയാണ്. ഇതിനു മുമ്പ് തന്നെ ബിറ്റ് കോയിൻ സോഫ്റ്റ്വെയർ ഒരു ഓപ്പൺ സോഴ്സ് കോഡായിട്ട് അദ്ദേഹം റിലീസ് ചെയ്തിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ബിറ്റ് കോയിൻ കമ്മ്യൂണിറ്റിയെ ഏൽപ്പിച്ച് ഇദ്ദേഹം അപ്രത്യക്ഷമായി. ആ സമയത്ത് കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്നത് ഇതിന് പുറകിൽ പ്രവർത്തിച്ച കുറച്ച് പ്രോഗ്രാമേഴ്സ് ആയിരുന്നു. പക്ഷേ ഇവരാരും സതോഷിയെ കണ്ടിട്ടില്ല. ആദ്യത്തെ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ചെയ്തത് ലാസ്ലോ എന്നു പേരുള്ള ഒരു പ്രോഗ്രാമർ ആയിരുന്നു. ഇദ്ദേഹം 10,000 ബിറ്റ് കോയിന് മേടിച്ചത് 2 പിസ്സയാണ്. ഇപ്പോൾ 10,000 ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 800 കോടിയോളം രൂപ വരും. ഇത് കഴിഞ്ഞ് ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻസ് ഒക്കെ കൂടുതലും നടന്നത് ബ്ലാക്ക് മാർക്കറ്റുകളിലാണ്. ബിറ്റ് കോയിൻ ഉപയോഗിച്ചിരുന്നത് അനോണിമസ് ആയിട്ട് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ടായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നതുകൊണ്ട് ബിറ്റ് കോയിൻ്റെ ഡിമാൻഡ് കൂടി വന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ ബിറ്റ് കോയിൻ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു. അതിനനുസരിച്ച് ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ പേയ്മെൻ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഡിമാൻഡ് കൂടിയതനുസരിച്ച് കൂടുതൽ വില കൊടുത്ത് ആൾക്കാരിത് മേടിക്കാൻ തുടങ്ങി. 2011 തുടക്കത്തിൽ ഒരു ബിറ്റ് കോയിന് $1 ആയിരുന്നു മൂല്യം. ഡിസംബർ 2017 അത് ഏകദേശം $19,000 ബിറ്റ് കോയിൻ്റെ വിജയം കണ്ടിട്ട് പിന്നീട് ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടായി വന്നു. ബിറ്റ് കോയിൻ സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് ആയിരുന്നുകൊണ്ട് ഇതേ ടെക്നോളജി ഉപയോഗിച്ച് പല രീതിയിലുള്ള ക്രിപ്റ്റോ കറൻസികൾ വന്നു. പക്ഷേ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ സാധ്യതകൾ ക്രിപ്റ്റോ കറൻസിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പുതിയ ലോകത്തിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഡീസെൻട്രലൈസ്ഡ് ആക്കാൻ ബ്ലോക്ക് ചെയിനെ കൊണ്ട് പറ്റും. അതുപോലെ തന്നെ നിലവിലുള്ള പല സിസ്റ്റംസും ഓട്ടോമാറ്റിക് ആയിട്ട് നിയന്ത്രിക്കാൻ ബ്ലോക്ക് ചെയിനെ കൊണ്ട് പറ്റും.